എന്നുള്ള വർത്താനം എന്നാ നോക്കി നിങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും ഇവർക്ക് കണക്ക് കൊടുക്കണം. ഞാൻ ഓർക്കാണ് പഠിച്ചോനെ, കഴിഞ്ഞ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ വെച്ചിട്ട് മർക്കസിൽ 1 കോടി റുപ്യ ചെലവാണ്. ലക്ഷങ്ങൾ ദിവസം ചെലവ് വരുന്ന സ്ഥാപനമാണ്. നാട്ടിലെ ചെറിയ മദ്രസകൾക്ക് പോലും സംഭാവന പെട്ടി വീട്ടിൽ വെക്കലുണ്ട്. നാട്ടിൽ നടപ്പുള്ള ഒരു സംഗതിയാണ്. ആ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ വെച്ച് ഹക്കീം അസേരി ഒരു സംഭാവന പെട്ടി മർക്കസിന് കൊടുത്തു. എന്തായനെ? അത് ഹക്കീം മൗലിയുടെ ഭാഷയിൽ പറഞ്ഞു. എനിക്കും അപ്പുറത്തെ ഉസ്താദ്മാർക്കൊന്നും പഞ്ചാബി ഇംഗ്ലീഷ് ഒന്നും പറയാൻ കഴിയൂല. അപ്പൊ മൂപ്പര ഇംഗ്ലീഷിൽ മൂപ്പരതിന് ഒരു പേരും പറഞ്ഞു. ഇതിന്റെ പേരിൽ ഓല് എത്ര കാലാണ് പിറകെ കൂടിയത് അല്ലേ? അതിന് ഉറപ്പല്ലേ മർക്കസിന് സംഭാവന കൊടുത്താൽ സ്വർഗം കിട്ടുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ പേരിൽ ആ സ്വർഗത്തിലേക്കുള്ള പെട്ടിയോ എന്ന് പറഞ്ഞ് നമ്മളെ പിന്നാലെ കൂടി. അതുപോലെ മർക്കസിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളും വൃത്തിയായി ഇപ്പൊ നടത്തിക്കൊണ്ടുപോണ പദ്ധതികളുണ്ട്. ഇതിന്റെയൊക്കെ ചീട്ടോലത്ത് കൊണ്ടുപോയി കൊടുക്കണോ? പക്ഷെ ഓര് നമ്മളെ പിന്നാലെ കണക്ക് ചോദിച്ചു കൂടും. നമ്മള് പിന്നെ എന്ത് ചെയ്തു നിങ്ങള്? നമ്മൾ ഓരോന്ന് മൂക്കുമത്തോണ്ട നിക്ക ഒന്ന് തുമ്പാനേ. ഈ മർക്കസ് പെട്ടിപ്പലാണ് വിവാദാക്കിന്ന് കണ്ടോടുകൂടെ അപ്പെട്ടി പിന്നെ അടിച്ചത് കഴിയുന്നില്ല, പുതിയത് പിന്നെ ഉണ്ടാക്കുകയാണ്. അതിങ്ങനെ അല്ല, ഞാൻ സത്യം പറഞ്ഞതാ. അതങ്ങട്ട് ചെലവായി ആളുകൾ ഏറ്റെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ അൽമക്കറിന്റെ സമ്മേളനം കഴിഞ്ഞ. ഞാൻ ഈ ക്ലിപ്പ് സമ്മേളനം കഴിഞ്ഞിട്ടിടാ, അതോളം ഓരാണ് പ്രചരിപ്പിച്ചോട്ടെ വിചാരിച്ചുണ്ടാകുന്ന. അൽമക്കറിന്റെ സമ്മേളനം നടക്കുമ്പോ പരിസരത്ത് ഒരു SBS കുട്ടി, ആ കുട്ടിയുടെ നൈസർഗിക വാസന പ്രകടിപ്പിച്ചും അദ്ദേഹം തന്നെ ആ കുട്ടി തന്നെ സഭാകമ്പം തീർത്തും പബ്ലിക് നിരത്തിൽ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി ഒരു ബസ്സിൽ കയറിയിട്ട് അദ്ദേഹം ആ കുട്ടി അൽമക്കറിന്റെ പ്രചരണം നടത്തി പ്രസംഗിക്കാൻ. പക്ഷെ നോക്കിങ്ങള്, ഒരു ബസ്സിന്റെ 4 മൂലയിൽ ഒതുങ്ങേണ്ട കേവലം ഒരു SBS ആ പ്രചാരണം എസ്കക്കാർ ഏറ്റെടുത്തു, നാട് മുഴുവൻ എത്തിച്ചു. റഷീദായി ബുലൂഗായി ഒരുത്തം കൂട്ടത്തിൽ വേണ്ടേ? കുട്ടികളുണ്ടാകാൻ ബുലൂഗായാ മതി, പക്ഷെ റഷീദായാലേ അന്തം ബുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ SBS നടത്തിയ ആ ഒരു പ്രബോധനം, ആ ഒരു പ്രചരണം, ഏതോ ഒരു കൊതുക് രക്തണല്ലോ ഒരു തരിക ആ ഒരു ക്യാമറയിൽ പകർത്തിയിട്ട് വാട്സപ്പിൽ വിട്ടു. അൽമക്കറിലെ എത്തിയും കുട്ടികളതൊക്കെ ബസ്സിൽ യാചനക്ക് പറഞ്ഞയച്ചിക്കണ്. എന്തായി? 4 ബസ്സുകൾക്കിടയിൽ ഒതുങ്ങേണ്ട ഒരു SBS കേവല പ്രചാരണം രാജ്യം മൊത്തം സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തു, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളിൽ. അത് കഴിഞ്ഞ് നമ്മളെ സിറാജുലുദന്റെ സമ്മേളനം നടക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടാക്കാൻ അതിന്റെ പിന്നാലെ കൂടുതൽ ചർച്ച. ഞാൻ അതോടെ ഓരോ കൊണ്ടുനടക്കട്ടെ. സിറാജുലുദ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദ് എന്ത് ചെയ്തു? ഒരു ഹെൽമെറ്റ് വിതരണം സിറാജുലുദന്റെ ഒരു പരസ്യം നടത്തിയിട്ട് അത് പ്രചരണ പരിപാടികളിൽ വിറ്റു. അതൊക്കെ പാടെടുത്തിട്ട് ഇവര് കണക്ക് വെച്ചാണ്. നോക്കി നിങ്ങള്, ഇവരോട് കണക്ക് വെച്ചാൽ ഓല് തരാൻ നിൽക്കുള്ളൂ, തരൂല. എന്നാൽ ഇവര് കണക്ക് വെച്ചുമ്പോഴോ തൊള്ള കൂടിന് മുമ്പ് നമ്മളെ കൊണ്ടേ കൊടുക്കണം. നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞോളി നമുക്ക് പ്രശ്നമില്ല, സംഭാവന പെട്ടി എന്ന് പറഞ്ഞോളി നമുക്ക് പ്രശ്നമില്ല. സ്വർഗത്തിലേക്കുള്ള പെട്ടി എന്ന് പറയുമ്പോൾ ഓൽക്ക് പ്രശ്നമാണ്. ഓൽക്ക് പ്രശ്നം. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതത്ത ഞങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ച് ഇവർക്ക് പ്രശ്നം ഉണ്ടല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളാണ് പ്രശ്നമായിട്ട് നടന്നോളി, ഞങ്ങൾ ഏർപ്പാടായിട്ട് നടക്കാം. ഇനി മൂപ്പര് പറയണേ, സ്വർഗത്തിക്ക് ഉറപ്പല്ലേ മർക്കസിന് സംഭാവന കൊടുത്താൽ സ്വർഗത്തിക്ക് തന്നെയാണ്. അതല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ച് ഖൈറിന് സംഭാവന കൊടുത്താൽ സ്വർഗം കിട്ടും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഞമ്മക്കൊക്കെ സ്വർഗം തരട്ടെ. അതിനല്ലേ പൈലുള്ളൂ. പിന്നെ മൂപ്പര് പറയാ, ഒരു പെണ്ണ് മറ്റേ പെണ്ണിന് ഫോൺ ചെയ്യുന്നുണ്ടോലോ. എന്തേ? ഞാൻ വലിയ ബേജാറിലൈനടി. എന്തേപ്പതേ? അല്ല, എനിക്ക് നിൽക്കാനും നോലുമ്പൊന്നുമില്ല. ഞാൻ അഥവാ മരിച്ചാലോ നരകം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഉസ്താദ് ഒരു പെട്ടി തന്നത്, അതുകൊണ്ട് ഞാനത് വാങ്ങിക്കൊണ്ടത് കഴിഞ്ഞപ്പോ സ്വർഗമായല്ലോ. ഈ പെട്ടി വരോളം കാത്തുക്കോ കബർ വേടിയുള്ള ഒരു പെണ്ണ് നിക്കരിച്ചാന്. അപ്പോ ആരാണ് അന്യ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫോൺ ചെയ്താൽ അത് ഇപ്പം കേൾക്കാൻ പാടുണ്ടോ? അത് ഹറാമല്ലേ? അപ്പൊ ആരാധനങ്ങള് ബാക്കി ഗുരുതരനൊരു വാക്കാണ്. സ്വർഗത്തിലേക്ക് ഒരു പെട്ടി, ആ പെട്ടിയിൽ പൈസ എന്നിട്ട് പെട്ടിയിൽ പൈസ മർക്കസ് കൊണ്ട് കൊടുക്കാം, സ്വർഗം കിട്ടും. ഉറപ്പല്ലേ? ഈ പള്ളിന്റെ മുറ്റത്തുണ്ടാവും സംഭാവന പെട്ടി. നിങ്ങളെ കൊണ്ട് പൈസ ഇട്ടോക്കാണെങ്കിൽ സ്വർഗം കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് ഉറപ്പല്ലേ? അത് ആർക്കാ തർക്കമുള്ള വിഷയം? പക്ഷെ അത് നമ്മൾ ചെയ്തപ്പോ ഇവർക്ക് സബുലോപിക്കാത്തിന് 10ാമത്തെ കുറ്റാകുകയാണ്.
ഞാനിപ്പോൾ ഓർക്കാണ് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന് ഫോൺ ചെയ്യുന്ന ഫോൺ കോളുണ്ട്, ഞാനതൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല. അത് നിങ്ങൾ കേൾപ്പിക്കണ്ട, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ആറാമല്ലേ അത്, നിങ്ങളത് കേൾക്കാൻ പാടുണ്ടോ? ഈ പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാതെ പൊന്നാരമാണ് ഇപ്പൊ മനസ്സിൽ ആഹത്തുണ്ട്, എന്ത് ഒന്നുമില്ല, കുറെ കാലമായിട്ട് വലിയ വിഷമത്തിലേനി, നിസ്കാരം കുറവാണ്, നോമ്പും കുറവാണ്, പുരാപ്പിലക്കാറ്റ് കുറെ കാലം കണക്കത്തിലൊക്കായി, ഇന്റെ കാര്യത്തിന് വലിയ വേദാറിലേനി, ഞാൻ മരിച്ചുപോയ എന്റെ ഹാലെന്താണെന്ന് ഇപ്പിച്ചൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ബേജാറുള്ള ഒരു താത്ത നിസ്കാരം കുറക്കുവോ? അങ്ങനെ ബേജാറുള്ള ഒരു താത്ത നോമ്പ് കമ്മിയാക്കുവോ? ബടായി പറയാ, ഫാത്തിയോതി തുടങ്ങണ പരിപാടിയിൽ തലി കെട്ടിയിട്ട് ആലിമീങ്ങൾ ഇങ്ങനെ സംഘടനാ വിരോധം ഛർദിച്ചാൽ ഈ ഉമ്മത്ത് എങ്ങനെ നന്നാകാനാ? അള്ളാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. ഒന്നുമില്ല, ഉസ്താദ് ഒരു പെട്ടി കൊടുക്കണം, 50 ഉറുപ്പിക ഞാനത് വാങ്ങാൻ പോവാണ്, ഇജുമാണെങ്കിൽ എന്റെ കൂടെ പോണോ, സ്വർഗത്തിൽ നമുക്ക് ഒപ്പരം പോകാം. ഇത് കേട്ടപ്പോ ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഏതായി പോയറ്റിക്കാരി പെണ്ണുങ്ങള്? അപ്പോഴാ അറിഞ്ഞത് ഇയാളെ കെട്ടിയോള് അമ്പലക്കടവിന്റെ പെണ്ണുങ്ങൾക്കാ വിളിച്ചേ, അല്ലാതെ ആരപ്പ ഇപ്പണിക്ക് നിൽക്ക. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, പിന്നെ അപ്പൊ ഞാനത് അറിഞ്ഞത്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി മൂപ്പര് ബാക്കി പറയണം. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ പരിഹസിക്ക മലീമസപ്പെടുത്തുക നമ്മൾ പറയുന്നത്, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. നിങ്ങൾ പറയാൻ നിൽക്കല്ലേ, ഞങ്ങൾ ഇതിന്ന് ഒഴിഞ്ഞു പോരാന്. പ്രവാചകന്റെ സ്നാറുകൾ പോലും പരസ്യമായി അങ്ങാടികളിൽ വിശദീകരിച്ച് ചർവണം നടത്തി. അതൊക്കെ അങ്ങനെ പരിഹാസ്യ രൂപായത്തിലായപ്പോൾ അതിനൊക്കെ കാരണക്കാർ ആരാണോ അവരെ പരസ്യങ്ങളോട് മറുപടി പറയേണ്ടതാണ്. അതിന്റെ ഒരു ബേജാറില്ല. മർക്കസിൽ ഞങ്ങളൊരു തിരികേശം കൊണ്ടെന്ന് വർക്കത്തെടുക്കണേ, നിങ്ങൾ അങ്ങാടിയിൽ വിശദീകരിച്ചാൻ വന്നതല്ലേ ഈ പിത്തനുണ്ടായത്? അല്ലേ? നിങ്ങൾ എന്തിനത് അങ്ങാടിക്ക് കൊണ്ടുവന്നു? ഭജന പറഞ്ഞോണ്ട് നിങ്ങൾ, ഞങ്ങൾക്കൊരു ബേജാറും ആ കാര്യത്തിലില്ല. നിങ്ങൾ നോക്കി പശു വളർത്തൽ പരിപാടി കൊണ്ടുവന്നു. ഈ പശു വളർത്തൽ പരിപാടിനെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കണില്ല. അതെന്തിനാ നിങ്ങൾ കേൾക്കണെന്ന്? അത് ഞങ്ങള് കേട്ടാ പോരെ? നിങ്ങൾ ഈ ആവശ്യമില്ലാത്തത് കേൾക്കാൻ നിൽക്കണോ? എന്താ ഇപ്പൊ പശു വളർത്തലുള്ളത്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഏറിയപ്പോ അതിലൊരു കച്ചവടല്ലേ വരുള്ളൂ. അതിന്റെ അപ്പൊ ഹെൽമെറ്റിലും വരുന്നത്. അതിന്റെ ഒക്കെ കണക്ക് ബൽക്ക് കൊടുക്കണം. 50,000 രൂപ ഒരു പശുവിനെന്ന് പറഞ്ഞ് പിരിവ് നടത്തി, അതിനുവേണ്ടി റസീറ്റ് അടിച്ചു. നമ്മളിന്നും ചോദിക്കുന്നു, ഇങ്ങനെ നയാ പൈസക്ക് പോലും പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിൻ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നത്ത് ജമാഅത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അവർക്ക് ദീനിന്റെ വിഷയത്തിൽ കർക്കശമില്ലെന്നും പറഞ്ഞ് മാറിപ്പോയവർ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നാട്ടിൽ സമ്മാനിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ച് ഈ പൊതുജനത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ? ഞങ്ങൾ വാങ്ങിയ കാശും ഞങ്ങൾ ചെയ്യണ പശു വളർത്തലും നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക? ഞങ്ങളല്ലേ ബോധ്യപ്പെടുത്തണ്ടേ? ഞങ്ങൾ ചെയ്യണത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയ നാട്ടുകാർക്ക് മനസ്സിലാവൂല. നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ വാങ്ങിയ കണക്കാ.